നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നയങ്ങളെയും അടുത്ത തലമുറയെ നയിക്കേണ്ട നായകന്മാരെയും കുറിച്ചുള്ള വമ്പൻ ചർച്ചകൾ അണിയറയിൽ സജീവമാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒരു ടീമിന്റെ വിജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ അവിടുത്തെ ക്യാപ്റ്റന്റെ തീരുമാനങ്ങൾക്കും മാനസികാവസ്ഥയ്ക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു മാറ്റത്തിന് BCCIയും സെലക്ടർമാരും തയ്യാറെടുക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാൾ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കളിയിലെ ശാന്തതയും തന്ത്രപരമായ നീക്കങ്ങളും കൊണ്ട് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള ഒരു പുതിയ നേതാവിനെ കുറിച്ചാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. ആരാധകരും മുൻ താരങ്ങളും ഒരേപോലെ ഉറ്റുനോക്കുന്ന ഈ ഒരു വലിയ തസ്തികയിലേക്ക് ആര് വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. ഇന്ത്യൻ കായിക ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ഒരു പുതിയ തീരുമാനത്തിന്റെ പിന്നാമ്പുറ വിശേഷങ്ങൾ അറിയാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. എന്നാൽ സ്ഥിരതയാർന്ന ഒരു പ്രകടനം പോലും അന്താരാഷ്ട്ര തലത്തിൽ ഇതുവരെ തെളിയിക്കാൻ കഴിയാത്ത ചില കളിക്കാരെ എന്തിനാണ് ചില മുൻകാല താരങ്ങൾ ഇങ്ങനെ അനാവശ്യമായി പുകഴ്ത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കേവലം IPLലെ ചില ഭാഗ്യ സെഞ്ചുറികളും കാട്ടിക്കൂട്ടലുകളും മാത്രം കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ ക്യാപ്റ്റൻ പദവി പോലുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ വച്ചു നീട്ടുന്നത് തികച്ചും വിഡ്ഢിത്തമാണെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ടീമിൽ ഒരു സ്ഥാനം പോലും സ്ഥിരമായി ഉറപ്പിക്കാൻ കഴിയാതെ എപ്പോൾ അവസരം കിട്ടിയാലും അത് അലക്ഷ്യമായി അടിച്ചു കളയുന്ന ഇത്തരം കളിക്കാർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? വലിയ വലിയ ടൂർണമെന്റുകളിൽ കളിച്ച് പരിചയ സമ്പത്തുള്ള എത്രയോ സീനിയർ താരങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലെ വലിയ PR വർക്കുകൾ മാത്രം കണ്ട് ചിലരെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. സ്വന്തം കഴിവ് കൊണ്ട് ടീമിൽ ഇടം നേടാൻ നോക്കാതെ പ്രമുഖരുടെ നല്ല വാക്കുകളിൽ തൂങ്ങിപ്പിടിച്ച് വലിയ പദവികൾ സ്വപ്നം കാണുന്ന രീതി ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം അനാവശ്യമായ തള്ളലുകളും ഹൈപ്പുകളും കേൾക്കുമ്പോൾ തന്നെ സാധാരണ ക്രിക്കറ്റ് ആരാധകർക്ക് കടുത്ത അമർഷവും വെറുപ്പും മാത്രമാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, മുൻപ് ടീമിനെ നയിച്ച് വമ്പൻ വിജയങ്ങൾ നേടിത്തന്ന ഇതിഹാസ നായകന്മാരുമായി ഇത്തരം തട്ടിക്കൂട്ട് കളിക്കാരെ താരതമ്യം ചെയ്യുന്നത് ആ ഇതിഹാസങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കളിയിലെ സമ്മർദ്ദഘട്ടങ്ങളിൽ എപ്പോഴും പതറുന്ന, സ്വന്തം വിക്കറ്റ് പോലും കാത്തു സൂക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് ലോകം കണ്ട മികച്ച ഫിനിഷർമാരുമായി ഉപമിക്കാൻ സാധിക്കുക? BCCIയുടെ കൃത്യമായ പിന്തുണയോ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച റെക്കോർഡോ ഇല്ലാത്ത ഇവരെ വെച്ച് ഇന്ത്യൻ 2020 ടീം മുന്നോട്ട് പോയാൽ നാണം കെട്ട തോൽവികൾ മാത്രമായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. പ്രായവും പരിചയക്കുറവും വലിയൊരു വെല്ലുവിളിയായി നിൽക്കുമ്പോൾ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രാദേശിക താൽപര്യങ്ങളും മുൻനിർത്തി ഇത്തരം കളിക്കാർക്ക് വേണ്ടി വാദിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. വലിയ വേദികളിൽ തരിപ്പണം പോകുന്ന ഇത്തരം അമിത പ്രാധാന്യമുള്ള താരങ്ങളെ അന്ധമായി ആരാധിക്കുന്നവർക്ക് ക്രിക്കറ്റിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് വേണം പറയാൻ. ഈ ഒരു വിചിത്രമായ നീക്കത്തിലൂടെ പൂർണ്ണമായും തകർന്നടിയാൻ പോകുകയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാണ് പല പ്രമുഖരും പറയുന്നത്. കഴിഞ്ഞ കുറച്ചു കാലത്തെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ മികച്ച നായകന്മാരുടെ അഭാവം ടീമിനെ വലിയ ടൂർണമെന്റുകളിൽ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ധോണിയെ പോലെയുള്ള നായകന്മാർ ടീമിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ശാന്തതയും വിജയ സംസ്കാരവും തിരികെ കൊണ്ടുവരാൻ നിലവിലെ പല ക്യാപ്റ്റന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു വലിയ യാഥാർത്ഥ്യമാണ്. 2020 ഫോർമാറ്റിൽ ഭയമില്ലാതെ കളിക്കുന്ന, അതേസമയം ബാറ്റിംഗിൽ കൃത്യമായ പക്വത കാണിക്കുന്ന യുവതാരങ്ങളെ കണ്ടെത്താൻ സെലക്ടർമാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം മുൻപും ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര തലത്തിലും IPLലും സമാനമായ രീതിയിൽ മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റികൾ പുറത്തെടുത്ത പല താരങ്ങളും പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പരാജയങ്ങളായി മാറിയ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. വരാനിരിക്കുന്ന ലോകകപ്പും മറ്റു പ്രധാന പരമ്പരകളും മുൻപിൽ കണ്ടുകൊണ്ട് കൃത്യമായ ഒരു പ്ലാനിംഗ് അടിയന്തരമായി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിലനിൽപ്പിന് തന്നെ ഏറെ അത്ഭുതങ്ങൾ സമ്മാനിക്കേണ്ട ഒന്നാണ്. ഇന്ത്യൻ 2020 ടീമിന്റെ അടുത്ത നായകനായി മലയാളി താരം സഞ്ജു സാംസൺ വരണമെന്ന് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. മുംബൈയിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് സഞ്ജുവിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് മാസ്റ്റർ ബ്ലാസ്റ്റർ രംഗത്തെത്തിയത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ്
ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻപ് പറഞ്ഞ അസൂയക്കാരുടെ വിമർശനങ്ങൾക്കെല്ലാമുള്ള വായടപ്പൻ മറുപടിയായി സഞ്ജു ബാറ്റ് ചെയ്യുന്നതിലെ ശാന്തത സമാനതകളില്ലാത്തതാണെന്നും അവന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതിഹാസ നായകൻ MS ധോണിയെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും സച്ചിൻ പരസ്യമായി പ്രശംസിച്ചു. IPLൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ച് സഞ്ജു തെളിയിച്ച ആ തന്ത്രപരമായ മികവ് തന്നെയാണ് ഇന്ത്യൻ ടീമിനും ഇപ്പോൾ ആവശ്യമെന്ന് സച്ചിൻ അടിവരയിട്ട് പറയുന്നു. സച്ചിനെ പോലൊരു ഇതിഹാസം തന്നെ സഞ്ജുവിനായി രംഗത്തിറങ്ങിയതോടെ സോഷ്യൽ മീഡിയയിലെ സഞ്ജു വിരുദ്ധരുടെ എല്ലാ കുത്തിത്തിരിപ്പുകളും ചൊറിച്ചിലുകളും പാടെ തകർന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ 2020 ടീമിന്റെ നായകസ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എന്ന മലയാളി കരുത്ത് ഔദ്യോഗികമായി എത്തുമെന്ന കാര്യത്തിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇനി ഒട്ടും സംശയം വേണ്ട. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്